ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴ വരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഈ ശരണ്യയോട് സംസാരിക്കുകയാണ്. അപ്പം ശരണ്യ പറയാണ്, എന്നോട് സംസാരിച്ചു കഴിഞ്ഞോ? ഞാൻ എന്തിനാ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത്? കുറച്ചു നേരം കൂടി സംസാരിക്കുക ചേച്ചി. ഇവളുടെ ഒരു കാര്യം അമ്മയുടെ കയ്യിലേക്കൊന്ന് കൊടുത്തേടി എന്ന് പറഞ്ഞപ്പോഴേക്കും ശരണ്യ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ മോളെ, എന്താ മോളെ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ശരണ്യ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? കഴിക്കാനൊക്കെ മടിയാണ്, എന്നാലൊരുവിധം കഴിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവളുടെ കാര്യം നന്നായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ, അവൾക്കൊന്നിനും ഒരു കുറവും വരുത്താൻ പാടില്ല കേട്ടോ അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അത് ഞാൻ നോക്കിക്കോളാം, ഒരു കുറവും വരുത്തില്ല മോളെ. ശരി, എങ്കിൽ പിന്നെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് അവളോട് പറഞ്ഞേര് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ശരണി ചോദിക്കുക, അയ്യോ അലീന ചേച്ചി എന്താ ഫോൺ വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഫോൺ വെച്ചു കണ്ടോ, എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. മോളെ, അത് പിന്നെ അവൾക്ക് ഭയങ്കര തിരക്കായിരിക്കില്ലേ, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. പിന്നെ വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യും, വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ്. കൂടുതൽ സമയം കളയണ്ട, ഇരുന്ന് പഠിച്ചോ, പരീക്ഷയാണ് വരുന്നത്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാലിനെയാണ്. അപ്പോൾ സ്റ്റാലിനാണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ബാലേന്ദ്രനെ വിളിച്ച് വരുത്തണമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കുകയാണ്. ആ സമയത്താണ് ബാലേന്ദ്രൻ ആ ഹോട്ടലിന് മുന്നിലെത്തുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ നേരെ സ്റ്റാലിനെ വിളിക്കുക. സ്റ്റാലിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എവിടെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഞാൻ ഈ ഹോട്ടലുണ്ട്, റിസപ്ഷനിൽ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞപ്പോഴേക്കും, ശരി ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. പക്ഷേ നമ്മുടെ ബാലചന്ദ്രന് ഓരോ മിനിറ്റ് കഴിയും തോറും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇയാൾ പറയാൻ പോകുന്ന മറുപടി എന്തായിരിക്കും? അലീനയെ കൊണ്ടുവരാനാണോ, അല്ലെങ്കിൽ തനിക്ക് അലീനയെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറയാനാണോ വിളിക്കുന്നതെന്ന് പോലും നമ്മുടെ ബാലേന്ദ്രന് അറിയില്ലല്ലോ. അപ്പം എന്തായാലും നമ്മൾ സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് ബാലചന്ദ്രൻ നേരെ ഈ സ്റ്റാലിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. മിസ്റ്റർ മേനോൻ, വാ കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഇരുത്താണ്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാലിനാണെങ്കിൽ, എൻ്റെ വീട്ടിൽ പോയി എൻ്റെ കാർന്നവന്മാരോട് ഒരു ബോംബ് പൊട്ടിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അലീന എന്ന് പറഞ്ഞ മകളുണ്ടെന്നും അലീന ജനിച്ചത് വൈജ എന്ന് പറഞ്ഞൊരു വൈജയ്ക്കാണെന്നും ഒക്കെ താൻ പൊളിച്ചെന്നൊക്കെ അറിഞ്ഞല്ലോ. എന്തിനു വേണ്ടി താൻ അങ്ങനെ ചെയ്തു? എന്നോട് പറയേണ്ട കാര്യങ്ങൾ എന്നോട് മാത്രം പറഞ്ഞാൽ പോരെ, അല്ലാതെ എൻ്റെ വീട്ടുകാരോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ബാലചന്ദ്രൻ ഒന്ന് ചിരിക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ സ്റ്റാലിൻ, പക്ഷേ എനിക്കറിയേണ്ടത് മറ്റൊരു കാര്യമാണ്, അതിന് മറുപടി താൻ എനിക്ക് തന്നേ മതിയാവുള്ളൂ സ്റ്റാലിൻ എന്ന് പറയുകയാണ്. എന്ത് കാര്യമാണ് എനിക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല, ഈ വൈജയെ തനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. വൈജയെ താൻ എത്രമാത്രം സ്നേഹിച്ചു എന്നും വൈജ ഗർഭിണിയായ കാര്യങ്ങളും ഒക്കെ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ വൈജയെ കാണാതായിട്ട് താൻ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരി പറഞ്ഞു, തന്നോട് ആരാ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചില്ലെന്ന്? ഞാൻ അന്വേഷിച്ചിരുന്നു. ഞാൻ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും അവളെ വേറൊരു ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് മാറ്റിയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പിന്നീട് അതേത് ബന്ധു എങ്ങനെ എന്ന് പോലും എനിക്ക് അറിയാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അവിടെ എനിക്ക് മൊത്തം ശത്രുക്കൾ മാത്രമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് യാത്രയാകുമ്പോൾ എനിക്ക് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ആ ബൈക്ക് ആക്സിഡൻറ്റിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 3 മാസത്തോളമാണ് ഞാൻ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞത്. പിന്നെ ആയുർവേദ ചികിത്സയായി, അങ്ങനെയായി ഇങ്ങനെയായി. പിന്നെ ഞാൻ ആ ചാപ്റ്റർ വിട്ടു. പിന്നെ ബാലചന്ദ്രൻ, താനൊരു കാര്യം വിചാരിക്കണം, എനിക്ക് വെറുമൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല, അത് എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചതാണ്, വധശ്രമം. ഇത് കേട്ട ബാലചന്ദ്രൻ ആകെ ഒന്ന് ഞെട്ടുകയാണ്. വധശ്രമോ? എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചതാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് ചോദിക്കുമ്പോൾ, മറ്റാര്, ശിവരാമ മേനോനും പിന്നെ രാജീവ് മേനോനും പിന്നെ കുഞ്ഞിരാം മേനോനും എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞു? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. എൻ്റെ കൂടെ വന്ന ആളാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. പക്ഷേ അവർ വിചാരിച്ചതുപോലെ ഞാൻ മരിച്ചില്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ കസിനാണ് കൊല്ലപ്പെട്ടത് എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതും ഇവരിങ്ങനെ ഞെട്ടി വിറച്ചൊരു വല്ലാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായ അവരാണ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തതെന്നൊക്കെ ഈ ബാലേന്ദ്രനോട് പറയുകയാണ് ഈ സ്റ്റാലിൻ.
ഇത് കണ്ടപ്പോഴേക്കും ഇവരിങ്ങനെ ഞെട്ടി നിൽക്കണം. കാരണം വൈജിയുടെ കുടുംബം അത്ര ക്രൂര കുടുംബമായിരുന്നോ എന്നൊക്കെയാണ് ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. ഒരു എത്രമാത്രം ആളായിരുന്നു. കാരണം ഒരാളെ കൊല്ലാൻ വരെയും പറഞ്ഞിരിക്കുന്നു. തൻ്റെ പെങ്ങള് ഇതേപോലെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് പോലും വന്നാൽ പിന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാനല്ലേ നോക്കേണ്ടത്. പക്ഷെ അതൊന്നും പോലും ചിന്തിക്കാതെ ഇങ്ങനൊരു സംഭവമാണ് അവിടെ അവർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കണം, അതിന് ശേഷം നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പോയില്ലേ, ഇവരൊക്കെയാണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിച്ചില്ല. എനിക്ക് ആക്സിഡൻറ്റ് പറ്റി, ഞാൻ ഇതേപോലെ സംഭവങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അതിൽ നിന്നൊക്കെ അവർ നിഷ്പ്രയാസം പോവുകയാണ് ചെയ്തത്. എനിക്കതിൽ കൂടുതൽ അവരുടെ മുന്നിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നീട് കഴിഞ്ഞു, കുറേ കാലങ്ങൾ കഴിഞ്ഞു. അങ്ങനെയാണ് വൈജയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു വാർത്ത ഞാൻ അറിയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രനൊന്ന് ഞെട്ടുക. അതെന്നോട് പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഇതേപോലെ പത്രത്തിൽ വൈജ ഒരാളെ കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുന്നു, ആ കല്യാണ ഫോട്ടോ പത്രത്തിൽ കണ്ടു എന്നൊക്കെയാണ് എന്നോട് ആ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്. പിന്നീട് ഞാൻ ആ കല്യാണ ഫോട്ടോ കാണാനോ പത്രം കാണാനോ ഒന്നും ഞാൻ പോയില്ല. അവൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാനും മനസ്സിലാക്കി. അതിനുശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു, കുടുംബനാഥനായി ഞാനും ഒതുങ്ങിക്കൂടി. അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയാണ്. അല്ല, തനിക്കിതെല്ലാം അറിയാമായിരുന്നല്ലോ, താനല്ലേ വൈജിയെ കല്യാണം കഴിച്ചത്, പിന്നെ ഇതിന് പിന്നിൽ താനും വലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ട ബാലചന്ദ്രൻ ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ ചരട് വലിച്ചെന്നോ? കൊള്ളാം, നല്ല കാര്യമായി. ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ അയാളില്ലേ, അയാളെ തനിക്ക് ശരിക്കും അറിയാൻ പാടാത്തത് കൊണ്ടാണ്. കാരണം ഞാൻ ശരിക്കും മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം. വൈജയോട് എനിക്ക് പ്രണയമൊക്കെ ആയിരുന്നു. പക്ഷേ വൈജയുടെ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അങ്ങനെ വൈജിയെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് അതിയായ മോഹം ഉണ്ടായിരുന്നു. ഇതേപോലെ വൈജിയെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്നിട്ടുണ്ട്. പക്ഷേ അന്നേരമൊക്കെ ഈ കുഞ്ഞിരാമ മേനോനില്ലേ എന്നെ ആട്ടിത്തുപ്പി അവിടെ നിന്ന് പറഞ്ഞയക്കുമായിരുന്നു. നീ എൻ്റെ വീട്ടിലെ വേലക്കാരനല്ലേ, നിൻ്റെ അമ്മയെ എൻ്റെ വീട്ടിലെ വേലക്കാരിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപമാനിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായപ്പോൾ വൈജയെ എന്തെന്നില്ലാത്തൊരു രീതിയിൽ നിനക്ക് തന്നെ അന്ന് കെട്ടിച്ച് തന്നോളാം എന്നൊക്കെ കുഞ്ഞിരാമമേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ വലിയൊരു ചതിയുണ്ടെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പിഴച്ചുപോയ കുഞ്ഞിരാമമേനോൻ്റെ മകളെ എൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കുകയാണെന്ന് പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് സത്യങ്ങൾ മുഴുവനും ഞാൻ അറിയാനായിട്ട് ഇടയായത്. വൈജ ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നും ആ കുഞ്ഞിനെ വൈജ അറിയാതെ തന്നെ എടുത്തു മാറ്റിയെന്നും എന്നിട്ട് വൈജയ്ക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു മരിച്ചു പോയെന്നുള്ള കാര്യവും പറഞ്ഞെന്നും അങ്ങനെയാണ് ഞാൻ സത്യങ്ങളൊക്കെ അറിയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് ഇതൊക്കെ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞത് എന്ന് ചോദിക്കുക. അല്ല, അതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് അലീനയെക്കുറിച്ച് അറിയണം, അലീനയെക്കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശരി പറയാം, വിശദമായിട്ട് തന്നെ പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അപ്പോൾ അലീന പെട്ടെന്ന് വീടിൻ്റെ മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും ഓടി പുറത്തിട്ട് ഇറങ്ങുക. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയത് ഗോവർദ്ധനായിരുന്നു. അപ്പോൾ അങ്കിളായിരുന്നോ? അതെ. അല്ല, അപ്പോൾ അങ്കിളെന്ന് ഇങ്ങോട്ട് വന്നത്? ഞാൻ ബാലേട്ടനെ കാണാമെന്നാണ് മോളെ. അയ്യോ, അച്ഛനിവിടെ ഇല്ലല്ലോ. ഇല്ലേ? പിന്നെ ബാലേട്ടൻ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത്? ബാലേട്ടൻ എന്നോട് പെട്ടെന്ന് വരാനായിട്ട് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ബാലേട്ടൻ എവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ ഇല്ലേ? ഇല്ല, ഇവിടെ ഇല്ലല്ലോ. അതുമല്ലാതെ കഷ്ടമായി പോലെ, ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവർദ്ധൻ ബാലേന്ദ്രനെ വിളിക്കുക. ബാലേന്ദ്രൻ വിളിച്ചപ്പോഴേക്കും ബാലേന്ദ്രൻ ആ കോൾ എടുക്കുകയാണ്. ഗോവർദ്ധ, താൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴേക്കും, ബാലേട്ടാ ഞാൻ ബാലേട്ടൻ്റെ വീടിൻ്റെ മുന്നിലുണ്ട് ബാലേട്ടാ. ബാലേട്ടനത് എവിടെ പോയി? താനെന്തിനിപ്പം അങ്ങോട്ട് പോയത് ഗോവർദ്ധ? തനിക്കെന്നെ വിളിക്കാറുന്നില്ലേ? അല്ല, ബാലേട്ടനോട് വരണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച് ഇങ്ങോട്ടായിരിക്കുമെന്ന്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. താനൊരു കാര്യം ചെയ്യ്, ഇന്ന ഹോട്ടലിലേക്ക് വരാനായിട്ട് പറയുക. അങ്ങനെ ഹോട്ടലിൻ്റെ പേരും പറഞ്ഞു കൊടുക്കുകയാണ്. ശരി ബാലേട്ടാ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോഴേക്കും അലീന ചോദിക്കുകയാണ്, അച്ഛൻ എവിടെയെന്നാണ് പറഞ്ഞത്? അപ്പോൾ ഇന്ന ഹോട്ടലിലാന്ന് പറയാം. ഹോട്ടലിലോ? എന്തിനിപ്പോൾ ഹോട്ടലിലേക്ക് പോയത്? അപ്പോൾ ഗോവർദ്ധന് പണി പാളി എന്നൊരു തോന്നലായിപ്പോയി. അപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞ, അതേ, അത് കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ സ്വർണ്ണ കച്ചവടക്കാർ വന്നിട്ടുണ്ടേ,
അപ്പോൾ അവിടെ അവർ വെയിറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോടും കൂടി ഒന്ന് ചെല്ലാനായിട്ട് പറഞ്ഞു. അവരുടെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ, നമ്മളെ വിശ്വസിച്ച് വന്നവരല്ലേ, അപ്പം നമ്മൾ വേണ്ടേ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട്. മോളെ എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഗോവർദ്ധൻ പോവുകയാണ്. അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണ്. എന്തിനാണ് ഗോവർദ്ധൻ അങ്കിൾ ഇത്രയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോകുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ സ്റ്റാലിന് ഈ ചോദിക്കുകയാണ്, പറ അലീനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്. അതിനു മുമ്പ് ഇരിക്കട്ടെ, ഗോവർദ്ധൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ? ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഗോവർദ്ധൻ എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ അളിയനാണ് ഗോവർദ്ധൻ. അപ്പോൾ ഗോവർദ്ധനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാലിൻ ആരാണെന്നും സ്റ്റാലിൻ്റെ ഈ അലീന ആരാണെന്നും വൈജി ആരാണെന്നും ഒക്കെ സകല ഡീറ്റെയിൽസും ഗോവർദ്ധന് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ശരി, ഞാൻ പറയാം. ഇനി അലീനയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലീന ഒരു ഓർഫനേജിലാണ് ജീവിച്ചത്. അലീനയെ നോക്കിയതും അലീനയെ വളർത്തിയതും ഒക്കെ പ്രജിത എന്ന് പറഞ്ഞൊരു മമ്മിയാണ്. പ്രജിത മമ്മിയെ ഒരുപാട് ഇഷ്ടമാണ്. പ്രജിത മമ്മിക്ക് സകല സത്യങ്ങളും അറിയായിരുന്നു. ഇതാരുടെ കൊച്ചാണ്, ഏത് തറവാട്ടിലുള്ള കൊച്ചാണ് എന്നൊക്കെ നന്നായിട്ട് തന്നെ അറിയായിരുന്നു. എല്ലാം പ്രജിത മമ്മിയെ ഏൽപ്പിച്ചത് കുഞ്ഞിരാമമേനോനായിരുന്നു. അത് നിങ്ങൾക്കറിയാവോ? കുഞ്ഞിരാമമേനോൻ എല്ലാം കൊണ്ട് കളിക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ ഓർഫനേജിലാക്കിയിട്ട് പ്രജിത മമ്മിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ കുഞ്ഞിരാമമേനോൻ മരിക്കാൻ കിടക്കുന്ന ആ സമയത്ത് പ്രജിത മമ്മിയോടും അലീനയോടും വരാനായിട്ട് പറഞ്ഞു. ആ സമയത്ത് പ്രജിത മമ്മിയും അലീനയും അങ്ങോട്ട് കയറി ചെന്നു. അങ്ങനെ കയറി ചെന്ന് കുഞ്ഞിരാമമേനോൻ സത്യങ്ങൾ മുഴുവനും അലീനയോട് പറയുകയുണ്ടായി. തൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ഇന്നടുത്താണ് അമ്മ താമസിക്കുന്നതും എന്നൊക്കെ കുഞ്ഞിരാമമേനോൻ പറഞ്ഞു. അയാൾക്ക് അയാളുടെ കടമ തീർക്കണ്ടേ? അതിനുശേഷം അയാൾ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രജിത മമ്മിയും മരിച്ചു. പക്ഷേ പ്രജിത മമ്മി മരിക്കുന്നതിന് മുമ്പ് തന്നെ അലീനയോടൊരു കാര്യം പറഞ്ഞായിരുന്നു. മോളെ, നിനക്ക് നിന്റെ അമ്മയെ കാണുകയും ചെയ്യാം, അവിടെ പോയി താമസിക്കുകയും ചെയ്യാം, നിന്റെ കൂടപ്പിറപ്പങ്ങളോടൊപ്പം കഴിയുകയും ചെയ്യാം. പക്ഷേ യാതൊരു കാരണവശാലും എന്തൊക്കെ സംഭവിച്ചാലും നീ ആരാണെന്നോ നീ എന്തിനു വന്നെന്നോ അവരോട് ഒരിക്കലും സത്യം പറയാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ അലീന ആ ഒരു വാക്ക് പാലിച്ചു. അവൾ ആരോടും ഒരു സത്യവും പറഞ്ഞില്ല. ഇത് കേട്ട സ്റ്റാലിൻ ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെയാണ് താൻ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അറിഞ്ഞതോ, എനിക്ക് അലീനയെ കുറച്ച് സംശയങ്ങളൊക്കെ തോന്നി. അലീനയെ പിന്തുടർന്നു. അങ്ങനെ ഒരു ഫോൺ സംപ്രേഷണത്തിലൂടെയാണ് ഞാൻ ഈ സത്യങ്ങൾ മുഴുവനും അറിഞ്ഞത്. അലീന ആരാണെന്നും അലീന എന്തിനു വേണ്ടി വന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായ ഒരു വെറിയില്ലേ, തന്നെ ആ സമയത്ത് ഞാൻ കണ്ടിരുന്നെങ്കിൽ സ്റ്റാലിൻ എൻ്റെ വെടി കൊണ്ട് തന്നെ താൻ തീർന്നാനായിരുന്നു. അത്രയ്ക്ക് മരിച്ചുണ്ടായിരുന്നു തന്നോട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ വൈജയോട് ക്രൂരത കാണിച്ചത് ആരാണ്? അവൻ ആരായിരുന്നാലും ശരി, അവനെ തീർക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയാം. പക്ഷേ അലീനയെ തള്ളിക്കളയാനോ അലീനയെ വെറുക്കാനോ എനിക്ക് സാധിച്ചില്ല. അവളെ അവിടെ നിർത്താൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴൊക്കെ വൈജയെ കാണുമ്പോഴൊക്കെ വൈജയോട് എനിക്ക് ദേഷ്യമായിരുന്നു. അലീനയോട് കൂടുതൽ സ്നേഹം ഞാൻ കാണിച്ചു തുടങ്ങി. അത് വൈജയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അലീനയെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കാൻ വൈജ പഠിച്ച പണി 18 നോക്കി. പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല. അങ്ങനെ കുടുംബത്തിൽ വഴക്കായി വക്കാണോയി, അങ്ങനെ പല പ്രശ്നങ്ങളുമായി. പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അലീന പോകണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി തന്നെ. ഇപ്പോഴും വൈജയ്ക്കറിയില്ല അലീന തൻ്റെ മകളാണെന്ന്. ഇതൊക്കെ കേട്ട സ്റ്റാലിൻ പറയാണ്, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണാനായിട്ട് സാധിക്കുമോ എന്ന്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.